नहीं मालूम. ഹായ് ഗൈസ്, ഞാൻ തേക്കിൻകാട് മൈതാനിയിൽ വന്നപ്പോ ഒന്ന് രണ്ട് കാഴ്ചകൾ കണ്ടു. ആദ്യം ഒരു ഫാമിലി വന്നിട്ട് മരത്തിന് ചുറ്റും ഒരു ചെറിയൊരു പൂജ ചെയ്യണു. അപ്പൊ അവരുടെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. വീണ്ടും ഒരു ഫാമിലി വന്നു. അപ്പൊ അവര് മരത്തിന് ചുറ്റും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം അത് എന്താണെന്നുള്ളത്. യൂട്യൂബ് ചാനലിന്റെ പേര് മല്ലു तुम्हारा नाम? संगीता देवी। कहाँ? काम रेलवे में बुकिंग स्टाफ। ओके, आप पैसा क्यों कर रहे हो? ये व्रत है, सावित्री व्रत। हिंदी नहीं मालूम. हिंदी नहीं मालूम। लकड़ी की पूजा क्यों की जाती है? पूजा सतभामा के है, सतभामा और सावित्री व्रत जो अपन पति के प्राण लाती है ना वहां से आपस, इसीलिए व्रत करते हैं हम लोग। त्रिशूर में कहाँ है? रेलवे स्टाफ। मेरा हस्बैंड रेलवे स्टाफ। बिहार में हम लोग का घर है। क्या आप इसे हर महीने करते हैं? हर महीने नहीं तो साल में। ओके, तुम्हारा नाम? देवनाथ का जी। मैं अभी रेलवे त्रिशूर बुकिंग ऑफिस में रेलवे बुकिंग ऑफिस में काम करता हूँ। मैं बिलोंग बिहार से करता हूँ। यहाँ पे मेरा सरकारी जॉब है रेलवे में। आप ऐसा क्यों कर रहे हो? ये सब लेडीज सब का बट सावित्री व्रत इसलिए किया जाता है कि पति का लंबी उम्र के लिए सब करता है। ഇപ്പൊ കണ്ടുല്ലോ, വീഡിയോ കണ്ടുല്ലോ, കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് കുറച്ചൊക്കെയാണ് പിടികിട്ടിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി സത്യത്തിൽ അറിയില്ല. അപ്പൊ അതുകൊണ്ട് കുറെ പാടുപെട്ടിട്ടാണ് അവരുടെ അടുത്തൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ചെറുതായിട്ടെങ്കിലും മനസ്സിലായത്. പിന്നെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് മലയാളം അറിയായിരുന്നു. അതുകൊണ്ടാണ് കുറച്ചെങ്കിലും രക്ഷപ്പെട്ടത്. എന്നാലും ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് ദീർഘായുസ് വരാൻ വേണ്ടിയിട്ട് ഭാര്യ നടത്തുന്ന ഒരു ദാമ്പത്യ പൂജയാണിത്. മരത്തിന് ചുറ്റാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ കുറെ സോഷ്യൽ മീഡിയയിൽ കുറെ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ കുറെ കണ്ടിരുന്നു. അപ്പൊ ഇത് സത്യത്തിൽ ആർക്കും ദ്രോഹമില്ലാത്തൊരു പൂജയാണ്, കാര്യങ്ങളാണ് ഇത്. വിശ്വാസം നല്ലതോ അല്ലെങ്കിൽ അന്ധമോ ആയിക്കോട്ടെ. അപ്പൊ അത് അവര് ചെയ്തു, നമ്മളത് എടുത്തു, എല്ലാവർക്കും നമ്മൾ ആ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്തരം വിശ്വാസങ്ങള്, അന്ധവിശ്വാസങ്ങള്, ഇതിപ്പോ ആർക്കും ഉപദ്രവമില്ലാത്ത വിശ്വാസമാണ്. പക്ഷെ അന്ധമായ വിശ്വാസങ്ങള് ഒരാളുടെ ലൈഫിനെ എത്രത്തോളം ബാധിക്കുന്നുള്ളത്
നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു പൂജനെ നമ്മൾ കുറ്റം പറയുന്നല്ല, കാരണം ഈ പൂജ കൊണ്ട് ആർക്കും എന്താ പറയാ ദോഷം കാര്യങ്ങളും ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ ദോഷം ഉണ്ടാവുന്ന കുറെ പൂജകളും വിശ്വാസങ്ങളും ഉണ്ട്. അപ്പൊ അതിനെതിരെ നമുക്ക് സംസാരിക്കേണ്ട സമയം സത്യത്തില് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മള് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നതിന് പുറമെ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നതിന് പുറമെ നമ്മൾ എന്തെങ്കിലും നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മളിലൂടെ സാധിക്കണം. അതായത് ഒരാൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഈ വിശ്വാസം നമ്മളൊന്ന് എന്താ പറയാ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് എത്രത്തോളം ശരിയാണ് തെറ്റാണെന്നുള്ളത്. അതേപോലെ വിശ്വാസം ഭയങ്കരമായിട്ട് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഭ്രാന്താവുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ വിശ്വാസമാണ് വലുത്, മറ്റവരെ പൊട്ടാന്ന് പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ആ ഒരു അന്ധമായ വിശ്വാസമൊക്കെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ കലാപം ഉണ്ടാവാനായിട്ട് കാരണമാവുന്നത്. അപ്പോ അന്ധമായ വിശ്വാസങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ചെറിയ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടാവുമായിരിക്കും എന്നുള്ള രീതിയിലുള്ള വിശ്വാസങ്ങളൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇതായിട്ടിരുന്നോട്ടെ. ആർക്കും ഉപദ്രവം ഉണ്ടാവുന്ന ഒന്നും വിശ്വാസത്തിന്റെ പേരിൽ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ അടുത്ത വീഡിയോയിലൂടെ കാണാം. നന്ദി, നമസ്കാരം.